മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവാണ് ആരാധ്യനെന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ ആരാധ്യതയിലുള്ള ആ സമർപ്പണം, അല്ലെങ്കിൽ ആരാധ്യനായി അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള സമർപ്പണം, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അടിമയായി മാറുക, റബ്ബിന്റെ അടിമത്തം അംഗീകരിക്കുക, റബ്ബിന്റെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക, അതും കൃത്യമായി തന്നെ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ വിഷയത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഉദ്ധരിക്കാം. ഇദാ തബയ്യന ഹാദാ ഫകമാലുൽ മഖ്ലൂഖി ഫീ തഹ്ഖീഖിൽ ഉബൂദിയ്യത്തി ലില്ലാഹ് വകുല്ലമാ ഇസ്ദാദൽ അബ്ദു തഹ്ഖീഖൻ ലിൽ ഉബൂദിയ്യ ഇസ്ദാദ കമാലിഹി വഅലത് ദറജതുഹു വമൻ തവഹമ അനൽ മഖ്ലൂഖ യഖ്റുജു അനിൽ ഉബൂദിയ്യ ബിവജ്ഹിൻ മിൻ വുജൂഹ് ഔ അന്നൽ ഖുറൂജ അൻഹാ അക്മലു ഫഹു മിൻ അജ്ഹലിൽ ഖൽഖി വഅളല്ലിഹിം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു അടിമയെ, ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ആരാധ്യതയിൽ അവന്റെ ഉബൂദിയ്യത്ത്, അടിമത്തം, അല്ലാഹുവിനുള്ള അവന്റെ അടിമത്തം അവൻ സാക്ഷീകരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിലേക്ക്, അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ സാക്ഷീകരണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അടിമത്ത ബോധം വർദ്ധിച്ച് എത്രത്തോളം അവൻ ഉന്നതനാകുന്നുവോ, കയറിപ്പോകുന്നുവോ, അതിനനുസരിച്ചുകൊണ്ട് ഇസ്ദാദ കമാലിഹി, അവന്റെ പൂർണ്ണത വർദ്ധിക്കുകയാണ്, വാലത്ത് ദറജത്തുഹു, അവന്റെ പദവി വർദ്ധിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ആ ഉബൂദിയ്യത്ത് ബോധ്യപ്പെട്ട് അവന്റെ പദവി ദറജ ഉയർന്ന് വളർന്നു വലുതാകുന്ന തരത്തിൽ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരാധ്യതയിലുള്ള അടിമത്തം, അങ്ങനെ ഒരു അടിമത്തമുണ്ട്. എന്നാൽ എപ്പോഴാണ് ആരാധ്യതയിലുള്ള ആ അടിമത്തം ബോധ്യമാകുന്നത്? അവിടെയാണ് എന്റെ മാന്യ സഹോദരന് മനസ്സിലാകാത്ത പ്രാർത്ഥന കടന്നു വരുന്നത്. എന്റെ സഹോദരൻ അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ. എന്താ ചോദ്യം എന്നറിയുമോ? പ്രാർത്ഥിക്കപ്പെടുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം പറയണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. പറയേണ്ടതില്ല, അങ്ങനെ അർത്ഥം പറയേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ദുർവ്യാഖ്യാനിച്ചവരുണ്ട്. ലാ മുതാ ഇല്ലല്ലാഹ് എന്ന രൂപത്തിൽ അതിന് വിശദീകരണം നൽകിയവരുണ്ട്. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് അർത്ഥം നൽകിയവരുണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായ അർത്ഥം അതിന് പറഞ്ഞു പഠിച്ചവരും പഠിപ്പിച്ചവരുമുണ്ട്, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറുവാനും മുറാദുകൾ ഹാസിലാകുവാനും വേണ്ടി. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകം അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച് അനിവാര്യമായി ഉയർത്തുന്ന ഒരാശയമുണ്ട്. ലാ മഅബൂദ ഫിൽ വജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ഫിൽ വജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരും ഇല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. എന്നാൽ ആ രൂപത്തിൽ അല്ലാഹുവിനെ ആരാധന സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ, ഇബാദത്ത് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ എപ്പോഴാണ് ആ ആരാധ്യത ഒരു മനുഷ്യൻ ബോധ്യപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആരാധ്യത ബോധ്യപ്പെടുത്തുന്നത്? അവിടെയാണ് പ്രാർത്ഥന കടന്നു വരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനുള്ള ആരാധന എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു? അവിടെയാണ് ആരാധന കടന്നു വരുന്നത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കൈനീട്ടി അല്ലാഹുവേ എന്റെ പ്രയാസം നീക്കിത്തരണേ, എനിക്കൊരു പ്രയാസമുണ്ട്, ആ പ്രയാസം നീക്കിത്തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ജമാഅത്തുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക, പടച്ചവന് നമ്മളെ കുറിച്ചൊരു വിവരം ഉണ്ടായില്ല, അപ്പൊ എനിക്കൊരു പ്രയാസം ഉണ്ടെന്ന വിവരം പടച്ചവൻ അറിയിച്ചു കൊടുത്ത് എന്റെ ആവശ്യം പടച്ചവൻ അങ്ങ് കണ്ടറിഞ്ഞ് സാധിച്ചു തരട്ടെ എന്ന നിലയിലാണെന്നല്ല. ആ നിലയിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഇഅ്ലാമല്ല, അള്ളാഹുവിനെ അറിയിക്കലല്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് അറിയുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞവൻ റബ്ബാണ്, മനസ്സിലാക്കിയവൻ റബ്ബാണ്. ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അവസ്ഥയെക്കുറിച്ച് റബ്ബിനെ ഞാൻ അറിയിക്കുകയല്ല. എന്റെ റബ്ബിനോടുള്ള തേട്ടം ഇഅ്ലാമല്ല, അറിയിക്കലല്ല. നേരെ മറിച്ച് ബൽ നഖൂലു ദുആഉ യുഫീദു മഅരിഫത ദില്ലത്തൽ ഉബൂദിയ്യ വയുഫീദു മഅരിഫത ഇസ്സത്തർ റുബൂബിയ്യ. പ്രാർത്ഥനയെ സംബന്ധിച്ച്, ദുആഇനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ കൃത്യമായി പറഞ്ഞു, ഒരു മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഉബൂദിയ്യത്ത്,
അത് അവന്റെ ആ അടിമത്ത ബോധം, ആ അടിമത്തത്തിന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുകയാണ്, നാഥ ഞാൻ നിസ്സാരനാണ്, നിന്നിലേക്ക് ആവശ്യമുള്ളവനാണ് എന്ന്. അപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് ഉബൂദിയ്യത്ത് ബോധ്യപ്പെടുക. അതാണ് ആരാധ്യതയിലുള്ള അടിമത്തം എന്ന് പറയുന്നത്. ആ ഉബൂദിയ്യത്ത് ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കല് അവന്റെ ദറജ ഉയർന്നുകൊണ്ടിരിക്കും. ഇസ്ദാദ കമാലിഹി വഅലത ദറജതുഹു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുക വഴി തന്റെ ഉബൂദിയ്യത്ത്, തന്റെ അടിമത്തം ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ലോകത്ത് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച, പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ലിഅന്ന കുല്ല മൻ അബദ ശൈഅൻ ഫഖദ് ദഅാഹു ലിഹാജതിഹി. ആര് മറ്റൊരാളെ ആരാധിക്കുന്നു, ലിഅന്ന കുല്ല മൻ അബദ ശൈഅൻ, ഒരുത്തൻ മറ്റൊരുത്തനെ ആരാധിച്ചാൽ ഫഖദ് ദഅാഹു ലിഹാജതിഹി, തന്റെ ആവശ്യത്തിന് വേണ്ടി അയാളോട് പ്രാർത്ഥിക്കും. അപ്പൊ ഒരാൾ മറ്റൊരാളെ ആരാധിക്കുന്നുണ്ടോ എന്നെങ്ങനെ അറിയല്? ഫഖദ് ദഅാഹു ലിഹാജതിഹി, തന്റെ ആവശ്യം അയാളോട് പ്രാർത്ഥിക്കുമെന്നതാണ്.